ചരിത്രത്തിന്റെ താളുകൾ പരിശോധിച്ചാൽ ഒരു കാര്യം തറപ്പിച്ചു പറയാം. ഒരു സാമ്രാജ്യത്വം അതിന്റെ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ അത് കൂടുതൽ അക്രമസക്തമാകും. അതിന്റെ തീരുമാനങ്ങൾ കൂടുതൽ അവിവേകപൂർണമാകും. ഇന്ന് ലോകത്തിന്റെ യജമാനന്മാരെന്ന് സ്വയം ചമയുന്ന അമേരിക്കൻ ഐക്യനാടുകളുടെ അവസ്ഥയും മറ്റൊന്നല്ല. ആഭ്യന്തരമായി സാമ്പത്തിക തകർച്ചയുടെ അഗാധയിലേക്ക് കൂപ്പുകുത്തുകയും രാഷ്ട്രീയമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര ഭിന്നതയിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന അമേരിക്കൻ ഭരണകൂടം ഇന്ന് ഭയപ്പെടുകയാണ്. തങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുമെന്ന ഭയം, തങ്ങളുടെ ആഗോള മേധാവിത്വം എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന ഭീതി. ഈ മരണപ്പാച്ചിലിന്റെ പച്ചയായ തെളിവാണ് യൂറോപ്പിലെ നാറ്റോ സഖ്യകക്ഷികളുടെ കിഴക്കൻ അതിർത്തികളിലേക്ക് അമേരിക്ക നടത്തുന്ന ആപൽക്കരമായ നീക്കങ്ങൾ. പോളണ്ടിലേക്കും ബാൾട്ടിക് രാജ്യങ്ങളിലേക്കും തങ്ങളുടെ ആണവായുധ ശേഖരവും ആണവശേഷിയുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളും യഥേഷ്ടം വ്യാപിപ്പിച്ചുകൊണ്ട് ലോകത്തെ ഭയപ്പെടുത്തി നിർത്താമെന്നാണ് അമേരിക്ക കരുതുന്നത്. എന്നാൽ സ്വന്തം അതിർത്തികളിൽ നിന്നും ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള നിഷ്കളങ്കരായ ജനങ്ങളെ ആണവ യുദ്ധത്തിന്റെ മുനമ്പിലേക്ക് തള്ളി വിട്ടുകൊണ്ട് ഒരു ഭ്രാന്തൻ കളിയിലൂടെ അമേരിക്ക യഥാർത്ഥത്തിൽ തോണ്ടുന്നത് സ്വന്തം ശവക്കുഴി തന്നെയാണ്. ഇതിനകം തന്നെ യൂറോപ്പിലെ 6 പ്രമുഖ രാജ്യങ്ങളിൽ അമേരിക്ക തങ്ങളുടെ ആണവായുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയും നിർത്താതെ പരമ്പരാഗത ദൗത്യങ്ങൾക്കും ആണവ ദൗത്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്യുവൽ കപ്പാസിറ്റബിൾ എയർക്രാഫ്റ്റുകൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തിക്കാനാണ് പുതിയ നീക്കം. ഇത് നാറ്റോ എന്ന സഖ്യത്തെ കേവലം ഒരു പ്രതിരോധ കൂട്ടായ്മ എന്നതിലുപരി അമേരിക്കയുടെ ആയുധ കച്ചവടത്തിനും സൈനിക കടന്നുകയറ്റങ്ങൾക്കുമുള്ള ഒരു ഉപകരണമാക്കി മാറ്റുന്നു. റഷ്യയുടെ അതിർത്തികളിലേക്ക് ആണവശേഷിയുള്ള വിമാനങ്ങളും ബോംബറുകളും എത്തിക്കുന്നതിലൂടെ ഒരു പുതിയ ആയുധ മത്സരത്തിന് അമേരിക്ക തിരികൊളുത്തുകയാണ്. ഈ നീക്കം പ്രാദേശികമായ അസ്ഥിരത വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് കിഴക്കൻ യൂറോപ്പിനെ തള്ളിവിടുകയും ചെയ്യും. എന്നാൽ ഇത്തരം നീക്കങ്ങൾ അമേരിക്കയെ രക്ഷിക്കില്ല, മറിച്ച് അതിന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പടുകുഴിയിലേക്ക് നയിക്കുകയുള്ളൂ. അമേരിക്കയുടെ യുദ്ധക്കുതിക്ക് പിന്നിലെ പ്രധാന കാരണം അതിന്റെ തകരുന്ന സമ്പദ് വ്യവസ്ഥയാണ്. വർഷങ്ങളായി ലോകത്തെ ചൂഷണം ചെയ്ത് കെട്ടിപ്പടുത്ത ഡോളറിന്റെ ആധിപത്യം ഇന്ന് ഭീഷണിയിലാണ്. ആഭ്യന്തര കടം റെക്കോർഡ് നിരക്കിൽ ഉയരുകയും പണപ്പെരുപ്പം സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുമ്പോൾ അമേരിക്കയ്ക്ക് മുന്നിലുള്ള ഏക വഴി ആയുധ കച്ചവടമാണ്. മറ്റു രാജ്യങ്ങളിൽ യുദ്ധഭീതി കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ തങ്ങളുടെ പ്രതിരോധ വ്യവസായത്തെ നിലനിർത്താൻ അവർക്ക് സാധിക്കൂ. കിഴക്കൻ യൂറോപ്പിൽ കൂടുതൽ ആണവ താവളങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ റഷ്യയെ പൂർണ്ണമായി വളയുക എന്ന ലക്ഷ്യം മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളെ കൊണ്ട് കോടിക്കണക്കിന് ഡോളറിന്റെ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങിപ്പിക്കുക എന്ന സാമ്പത്തിക ലക്ഷ്യം കൂടിയാണ് അമേരിക്കയ്ക്കുള്ളത്. നിലവിലുള്ള ആണവ പങ്കിടൽ ക്രമീകരണങ്ങൾ വിപുലീകരിക്കുന്നതിലൂടെ യൂറോപ്പിനെ പൂർണ്ണമായും തങ്ങളുടെ സൈനിക സാമ്പത്തിക നിയന്ത്രണത്തിൽ നിർത്താൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നു. ഇത് യൂറോപ്യൻ രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ മേലുള്ള കടന്നുകയറ്റമാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളോ ആരോഗ്യ പരിരക്ഷയോ നൽകാൻ പണമില്ലാത്ത ഭരണകൂടമാണ് ലോകമെമ്പാടും സൈനിക താവളങ്ങൾ നിർമ്മിക്കാൻ കോടികൾ ഒഴുക്കുന്നത്. ഈ കടുത്ത സാമ്പത്തിക അസന്തുലിതാവസ്ഥ അമേരിക്ക ഒരു വലിയ ആഭ്യന്തര വിപ്ലവത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കുമാണ് നയിക്കുന്നത്. ചരിത്രത്തിൽ റോമൻ സാമ്രാജ്യത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും സംഭവിച്ച അതേ പതനം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ അമേരിക്കയ്ക്കും സംഭവിക്കാൻ പോവുകയാണ്. അമേരിക്കയുടെ നീക്കം അന്താരാഷ്ട്ര ആണവ നിരോധന കരാറുകളുടെയും തത്വങ്ങളുടെയും ലംഘനമാണ്. കൂടുതൽ താവളങ്ങളിലേക്ക് ആണവശേഷിയുള്ള വിമാനങ്ങൾ എത്തുന്നതോടെ ഈ മാരകായുധങ്ങളുടെ മേലുള്ള നിയന്ത്രണം കൂടുതൽ സങ്കീർണമാകും. റഷ്യൻ അതിർത്തിക്ക് തൊട്ടടുത്ത് ഇത്തരം വിന്യാസങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും റഷ്യയ്ക്കും തങ്ങളുടെ ആണവ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടി വരും. ഇതൊടുങ്ങാത്ത ഒരു ആയുധ മത്സരത്തിലേക്ക് ലോകത്തെ നയിക്കും. വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമായി ഉപയോഗിക്കേണ്ട കോടിക്കണക്കിന് ഡോളറുകൾ ആയുധങ്ങൾക്കായി പാഴാക്കാൻ വികസ്വര രാജ്യങ്ങൾ പോലും നിർബന്ധിതരാകുന്ന സാഹചര്യം ഇതിലൂടെ സംജാതമാകുന്നു. അമേരിക്കൻ ഭരണകൂടത്തിന്റെ യുദ്ധക്കൊതിയുടെ യഥാർത്ഥ ഇരകൾ ലോകമെമ്പാടുമുള്ള സാധാരണ ജനങ്ങളാണ്. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളും ഈ ആണവ നീക്കങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ അനുയായികളും പലപ്പോഴും യൂറോപ്യൻ സഖ്യകക്ഷികളെ പരസ്യമായി വിമർശിക്കാറുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ സ്വന്തം പ്രതിരോധത്തിനായി വേണ്ടത്ര പണം ചെലവഴിക്കുന്നില്ലെന്നും പരമ്പരാഗത പ്രതിരോധ കാര്യങ്ങൾക്കായി അമേരിക്കയെ പൂർണ്ണമായും ആശ്രയിക്കുകയാണെന്നുമാണ് ട്രംപിന്റെ വാദം. പെന്റഗൺ നയതന്ത്രജ്ഞനായ എൽബ്രിച്ച് കോൾബിയെ പോലുള്ളവർ നാറ്റോ അംഗങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്ക ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും അതിനു പിന്നിൽ വ്യക്തമായ സാമ്പത്തിക സൈനിക ചൂഷണം ഒളിഞ്ഞിരിപ്പുണ്ട്. സ്വന്തം സൈന്യത്തെ പരിപോഷിപ്പിക്കുന്നതിന് പകരം അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങാനും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് സ്ഥലം നൽകാനും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ വലിയ സമ്മർദ്ദമാണ് അമേരിക്ക ചെലുത്തുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്കായി അമേരിക്കയെ ആശ്രയിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം അമേരിക്ക തന്നെ കൃത്രിമമായി സൃഷ്ടിച്ചിരിക്കുകയാണ്. റഷ്യൻ ഭീതി ജനങ്ങളിൽ കുത്തിവെക്കുന്നതിലൂടെ മാത്രമേ തങ്ങളുടെ ആയുധ കച്ചവടം സുഗമമായി നടക്കൂ എന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. കൂടുതൽ രാജ്യങ്ങളിലേക്ക് ആണവശേഷിയുള്ള DC വിമാനങ്ങൾ വിന്യസിക്കുന്നതിലൂടെ ആ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ കൂടിയാണ് അമേരിക്ക നിയന്ത്രിക്കുന്നത്. ഇത്തരം അത്യാധുനിക വിമാനങ്ങളുടെ പരിപാലനത്തിനും താവളങ്ങളുടെ നടത്തിപ്പിനുമായി വൻ തുക ഈ രാജ്യങ്ങൾ അമേരിക്കൻ കമ്പനികൾക്ക് നൽകേണ്ടി വരുന്നു. ചുരുക്കത്തിൽ സുരക്ഷ നൽകുന്നു എന്ന വ്യാജേനെ യൂറോപ്യൻ രാജ്യങ്ങളെ തങ്ങളുടെ സാമ്പത്തിക അടിമകളാക്കി മാറ്റുകയാണ് അമേരിക്ക ചെയ്യുന്നത്. പുതിയ വിന്യാസ നിർദ്ദേശങ്ങളിൽ ഏറ്റവും അപകടകരമായ ഘടകം ഡ്യുവൽ കപ്പാസിറ്റബിൾ എയർക്രാഫ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്നതാണ്.
പരമ്പരാഗതമായ സ്ഫോടക വസ്തുക്കളും അതേസമയം തന്നെ അതീവ വിനാശകാരികളായ ആണവ ബോംബുകളും ഒരേപോലെ വഹിക്കാൻ ശേഷിയുള്ളവയാണ് ഈ വിമാനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരം വിമാനങ്ങൾ അതിർത്തികളിൽ പറന്നുയരുമ്പോൾ അത് സാധാരണ യുദ്ധത്തിനായാണോ അതോ ആണവ ആക്രമണത്തിനായാണോ എന്ന് തിരിച്ചറിയാൻ എതിരാളികൾക്ക് സാധിക്കില്ല. ഈ അനിശ്ചിതത്വം അതീവ അപകടകരമാണ്. ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും വലിയൊരു ആണവ യുദ്ധത്തിന് കാരണമായേക്കാം. സാങ്കേതികമായി ഈ വിമാനങ്ങൾ വിന്യസിക്കുന്നതിലൂടെ തങ്ങളുടെ ആണവ പ്രഹരശേഷി റഷ്യയുടെ മുൻവാതിൽ എത്തിക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത്. കൂടുതൽ DCA താവളങ്ങൾ സ്ഥാപിക്കാൻ പോളണ്ടും ബാൾട്ടിക് രാജ്യങ്ങളും കാണിക്കുന്ന താല്പര്യം ആത്മഹത്യാപരമാണ്. ആണവായുധങ്ങൾ സ്വന്തം മണ്ണിൽ സൂക്ഷിക്കുന്നതിലൂടെ തങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തികളുടെ നേരിട്ടുള്ള ലക്ഷ്യമായി മാറുകയാണെന്ന് അവർ മറക്കുന്നു. അമേരിക്ക തങ്ങളുടെ സ്വന്തം മണ്ണിൽ സുരക്ഷിതമായി ഇരുന്നു കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെ യുദ്ധക്കളമാക്കാൻ കരുക്കൾ നീക്കുകയാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ ദുരന്തം വിതച്ച ഒരേയൊരു രാജ്യം അമേരിക്കയാണെന്ന ചരിത്ര സത്യം നാം മറന്നുകൂടാ. അതേ സാമ്രാജ്യത്വ ശക്തി ഇന്ന് കൂടുതൽ രാജ്യങ്ങളിലേക്ക് ആണവ സാങ്കേതിക വിദ്യയും ആയുധങ്ങളും വ്യാപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പ്രതിരോധ തന്ത്രമായി കാണാൻ ഒട്ടും കഴിയില്ല. ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്ത ഈ വാർത്തയോട് നാറ്റോയോ അമേരിക്കൻ പ്രതിരോധ വകുപ്പോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ചർച്ചകൾ രഹസ്യമായി പുരോഗമിക്കുകയാണെന്നാണ് സൂചനകൾ. പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോഴും ഇത്തരം വാർത്തകളെ വളരെ ലഘൂകരിച്ചോ അല്ലെങ്കിൽ തങ്ങളുടെ സഖ്യത്തിന്റെ സുരക്ഷയ്ക്കായി അനിവാര്യമായ ഒന്നായോ മാത്രമാണ് ചിത്രീകരിക്കാറുള്ളത്. എന്നാൽ ഇതേ നീക്കം റഷ്യയോ ചൈനയോ ആണ് തങ്ങളുടെ സഖ്യ രാജ്യങ്ങളിൽ നടത്തുന്നതെങ്കിൽ അതിനെ ലോക അവസാനമായി ചിത്രീകരിക്കാൻ ഈ മാധ്യമങ്ങൾ മത്സരിക്കും. മാധ്യമരംഗത്തെ ഈ ആധിപത്യം ഉപയോഗിച്ച് തങ്ങളുടെ എല്ലാ അധിനിവേശങ്ങളെയും നിയമവിരുദ്ധമായ ആയുധ വിന്യാസങ്ങളെയും ന്യായീകരിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നു. സുരക്ഷയുടെയും ജനാധിപത്യത്തിന്റെയും മനോഹരമായ കവചമണിഞ്ഞ് ലോകമെമ്പാടും യുദ്ധവും വിനാശവും വിതയ്ക്കുന്ന അമേരിക്കൻ ഇരട്ടത്താപ്പിന്റെ യഥാർത്ഥ മുഖം ആഗോള സമൂഹം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നാറ്റോ എന്ന സൈനിക സഖ്യത്തെ കേവലം ഒരു ആയുധ കച്ചവട ഉപകരണമാക്കി മാറ്റി ഭൂഖണ്ഡങ്ങളെ ആണവ മുനമ്പിൽ നിർത്തുന്ന അമേരിക്കയുടെ സാമ്രാജ്യത്വ ഭ്രാന്ത് ഉടനടി അവസാനിപ്പിച്ചേ മതിയാകൂ. കാരണം ഇത് രണ്ട് ശക്തികൾ തമ്മിലുള്ള വെറുമൊരു അതിർത്തി തർക്കമല്ല, മറിച്ച് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കാൻ പോന്ന ആഗോള ദുരന്തത്തിലേക്കുള്ള വഴി തുറക്കലാണ്. ആയുധങ്ങൾ കുന്നുകൂട്ടിയോ ഭയത്തിന്റെ വിത്ത് പാകിയോ ആധിപത്യം ഉറപ്പിക്കാമെന്നത് തകരുന്ന ഒരു സാമ്രാജ്യത്തിന്റെ ഒടുവിലത്തെ ദിവാസ്വപ്നം മാത്രമാണ്. നയതന്ത്ര ചർച്ചകളും പരസ്പര ബഹുമാനവും മാത്രമാണ് യഥാർത്ഥ ആഗോള സമാധാനത്തിനുള്ള ഏക പോംവഴി. ആഭ്യന്തരമായ സാമ്പത്തിക തകർച്ചയും അഴിമതിയും ബാഹ്യമായ ഈ യുദ്ധക്കൊതിയും ഒത്തുചേർന്ന് അമേരിക്കൻ മേധാവിത്വത്തിന്റെ അനിവാര്യമായ പതനത്തിന് ചരിത്രത്തിൽ വഴി തുറക്കുന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ പുതിയ ആണവ വിന്യാസ നീക്കങ്ങൾ നമുക്ക് നൽകുന്നത്.